അപ്പോൾ നമ്മൾ ഗോൾഡൻ കളറിലെ ഫ്രെയിമിൽ വൈറ്റ് ഷീറ്റ് ഇട്ട് കണ്ട് ചെയ്ത കിച്ചൺ കേട്ടോ. ഇതിൻ്റെ ഫ്രെയിം കട്ട് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സൈറ്റിലൊന്ന് ഫിറ്റിംഗ് കഴിഞ്ഞിരിക്കണ്. ഇതാണ് കിച്ചണ്. 2 കിച്ചണുണ്ട്, ഒരു അടുക്കേരി ഉണ്ട്. അതിൽ ബ്ലാക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചില ആളുകൾ കളറിൽ ഏതാ ഭംഗിയില്ലെന്നൊക്കെ ചോദിച്ചുമ്പോൾ ഈ കളറൊക്കെ നല്ല ഭംഗിയാണ്. കാരണം വൈറ്റ് ഇനി ഗോൾഡൻ ആണെന്നുണ്ടെങ്കിലും ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിലും ഏത് ചാനൽക്കും വൈറ്റ് ഷീറ്റ് ഇട്ടാൽ കാണാൻ നല്ല ഭംഗി തന്നെ. കാരണം ഇവിടെ ഒരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ലൊരു മിററും കൊടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റൊക്കെ വെച്ചാണ്ട് ടച്ചില്ല ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ വർക്ക് ഏരിയ കേട്ടോ. ഇവിടെയും ഇതുവരെ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്കിൽ ചാനലിൽ ബ്ലാക്ക് ഷീറ്റ് ഇട്ട് കണ്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ഇലക്ട്രോ ബ്ലാക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കളർ പോകുന്ന പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അതും നമ്മൾ ഗ്ലാസ് ടൈപ്പ് മാതിരിയാണ് കണ്ടാൽ നല്ല ഗ്ലോസി ടൈപ്പ് ആയതുകൊണ്ട്. പിന്നെ ഇവിടെ 2 ബോക്സ് ചെയ്തിട്ടുണ്ട്. ബോക്സൊക്കെ പ്രൊലിഫ്റ്റ് ആക്കിയാണ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് GTBTൻ്റെ ബോക്സ് കേട്ടോ. ഇതൊന്നും ഗ്ലാസ് അല്ല, അതൊക്കെ ഷീറ്റ് തന്നെയാണ്. നല്ല ഗ്ലോസി ടൈപ്പ് ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. GTBT കൊടുത്തിട്ടുണ്ട്. അതിൽ ഡ്രൈ കൊടുത്തിട്ടുണ്ട്. വെള്ളം അടിക്ക് താവണീന് വേണ്ടിയുണ്ട്. സോഫ്റ്റ് ക്ലോസ് ആട്ടോ, ഹൈഡ്രോളിക്കിൻ്റെ സോഫ്റ്റ് ക്ലോസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ ഒന്നായിട്ട് പോയി അടിയില്ല. പിന്നെ ഇവിടെ ഒരു കട്ട്ലറിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിൽ ഡോറ്, പുറത്ത് 2 ഡോറ്, അങ്ങനെ സിമ്പിളായിട്ട് അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ളത്. അവിടെ സിങ്ക് തന്നെയാണ്, അതിൻ്റെ അടിയിൽ തട്ടിന് സ്പേസ് ഇല്ല. അങ്ങനെ ഇവിടെ ഒരു 4 ഡോറാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ പഴയ കിച്ചണിൽ 2 ഡോറ് 2 ഡ്രോ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതാണ് പ്രോലിഫ്റ്റ് സോഫ്റ്റ് ക്ലോസ് ആയാലെ ഗുണങ്ങൾ. ഇത് സോഫ്റ്റ് ക്ലോസ് അല്ലാതെയും വരുന്നുണ്ട്. ചെറിയ മാറ്റങ്ങളുള്ളിൽ വരുന്നത്. അപ്പോൾ സോഫ്റ്റ് ക്ലോസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു സോഫ്റ്റ് ആയിക്കാണ്ട് ചെന്ന് അടയും. അതുമാതിരി സോഫ്റ്റ് ആയി ഒന്ന് തുറയും ചെയ്യും. അതായിട്ട് നമ്മളെ ഹിഞ്ചസിനും ഡോറിനൊന്നും കംപ്ലൈൻറ്റുകളും ഒന്നും വരില്ല. സോഫ്റ്റ് ആയിട്ടാണ് ചെന്ന് അടിയണത്. വേണ്ട, ഇതാണ് പതുക്കെ പോയിട്ടാണല്ലോ അടിയുന്നത്. ഇതിന് ചെറിയ മാറ്റങ്ങളുള്ളൂ വരിക, സോഫ്റ്റ് ക്ലോസും അല്ലാത്തതും. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും പാടെ എടുത്ത് പറയുന്നത്. ചെറിയ മാറ്റത്തിന് വേണ്ടിയാണ്ട് ഈ നമ്മളെ എന്താ പറയുക ഫ്രെയിം കംപ്ലൈൻ്റ് ആക്കാൻ നിൽക്കേണ്ട. അപ്പോൾ ഇവിടെ 2 ഡ്രോ കൊടുത്തു പറഞ്ഞില്ലേ, ഇതാണ് ഇതിലെ 2 ഡ്രോ. ഒരു പ്ലെയിനും അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് വെക്കാനുള്ള ഒരു ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിൽ റാക്കിൻ്റെ മുകളിൽ ഡോറുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാ എല്ലാത്തിനും ഡോറ് മാത്രമേ കൊടുത്തിരുന്നത്. നേരെ അടിയിൽ ഒരു തട്ടടിക്കാണ്ട് അവിടെ വെച്ചിട്ടുള്ളത്.